പൂക്കളം അങ്ങനെ അവസാന ഘട്ടത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ അവർ. തൃശ്ശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ 17ാമത് അത്തപ്പൂക്കളമാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമുക്കറിയാം, വയനാട് ദുരന്തം കേരള ജനതയെ മാത്രമല്ല വിശിഷ്യ ലോക മലയാളികളെ മൊത്തം ദുഃഖത്തിലാഴ്ത്തിയൊരു സംഭവമാണ്. ആ പശ്ചാത്തലത്തിൽ ഒരു ഓണം കടന്നു വരുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, വയനാട് ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് കൈത്താങ്ങാകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. വയനാട് ദുരന്തങ്ങളുടെയും അതിൽ നമ്മൾ സഹായം ചെയ്ത മുഹൂർത്തങ്ങളുടെയും ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മനോഹരമായ അത്തപ്പൂക്കളം ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കാണ് അത്തപ്പൂക്കളത്തിൻ്റെ ഉദ്ഘാടനം ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MK സുദർശനൻ അവർകളാണ് പൂക്കളത്തിൻ്റെ സമർപ്പണം നടക്കുന്നത്. ഇതിൽ നിന്നും ഈ അഭ്യുദയകാംക്ഷികളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ചെക്കുകളുടെ ഏറ്റുവാങ്ങൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ചെക്കുകളുടെ ഏറ്റുവാങ്ങൽ ഈ ചടങ്ങിൽ നടക്കും. കേരള ബാങ്ക് വൈസ് ചെയർമാൻ ശ്രീ MK കണ്ണനാണ് ചെക്കുകൾ ഏറ്റുവാങ്ങുന്നത്. എല്ലാ അഭ്യുദയകാംക്ഷികളും ഞങ്ങളോട് സഹകരിക്കും. ഒപ്പം തന്നെ നാളിതുവരെ വന്ന പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇങ്ങനെ ഒരു മഹത് സംരംഭം 2008 ആരംഭിക്കുമ്പോൾ ഇത്രയ്ക്ക് മാത്രം വിലപ്പെടുമെന്ന് ഞങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ല. ഇന്നിപ്പോൾ തൃശ്ശൂർ ജനത ഏറ്റെടുത്തു. പുലിക്കളിക്ക് ശേഷം, പൂരത്തിന് ശേഷം ഞങ്ങളിതാ പുതിയൊരു സംരംഭം ഓണക്കാലത്ത് ഉടലെടുത്തിരിക്കുകയാണ്. തൃശ്ശൂർ ജനത 2 കൈ നീട്ടിയും ഇത് ഏറ്റുവാങ്ങി. ഇത് പോയതിനു ശേഷം മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. ചോപ്പിടാൻ പറ്റും കേട്ടോ, ചോപ്പിടാൻ പറ്റും. കുറച്ച് മഞ്ഞിട്ട് കൊടുത്തേ, കുറച്ച് മഞ്ഞിട്ട് കൊടുത്തേ. അങ്ങനെ നമ്മുടെ പൂക്കളത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൂക്കളം ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനുമാണ്. അതിനേക്കാളൊക്കെ എല്ലാം ഉപരി ഞങ്ങളുടെ ഈ സംഗമത്തിന്റെ, ഈ കൂട്ടായ്മയുടെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിർലോഭമായ പിന്തുണയും
നിർദ്ദേശങ്ങളുമാണ് ഈ പൂക്കളം ഇന്നിപ്പോൾ ഈ വലിപ്പത്തിൽ ഇവിടെ പൂവണിയാൻ കടന്നു വന്നത്. ഒരുപക്ഷെ വയനാടിനെ ചേർത്ത് പിടിക്കാൻ സംസ്ഥാന സർക്കാരിനെ ഒരു പടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു പുനർചിന്തനം നടത്തിക്കൊണ്ട് ഇന്നിപ്പോൾ ഓണാഘോഷം ലളിതമായി നടത്തുവാൻ ഒരു തീരുമാനത്തിലെത്തിയത്. ഇന്നിപ്പോൾ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന മുദ്രാവാക്യം ഉയർത്തി തൃശ്ശൂരിലെ ജനതയും അതിൽ കൈകോർക്കുകയാണ്. ഈ ഓണാഘോഷത്തെ വരവേൽക്കുകയാണ്. 17ാമത് അത്തപ്പൂക്കളമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ ഈ പൂക്കളം ഇവിടെ കൈമാറുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MK സുദർശൻ. ഓണത്തിന് ഇതാ പൂക്കളൊക്കെ റെഡി ആയി കഴിഞ്ഞു.